ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് 20-ാമത്തെ അധ്യായം 28-ാം തിരുവചനം, തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? വളരെ അർത്ഥപുഷ്ടിയുള്ള പദമാണ് കർത്താവ്. നമ്മുടെ ജീവൻ്റെ ഉടമസ്ഥനും സംരക്ഷകനും യജമാനനും സ്വർഗത്തിലും ഭൂമിയിലുള്ളതും ദൈവം പിതാവായിട്ടുള്ളതുമായ സകല കുടുംബത്തിൻ്റെയും നാഥനും നമ്മുടെ ജീവൻ്റെ മേൽ സമ്പൂർണ്ണ അധികാരവുമാണ് കർത്താവ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആമേൻ. എന്നാൽ അർത്ഥം ഒന്നും മനസ്സിലാക്കാതെ ഇന്നും അനേകര് കർത്താവേ എന്ന് വിളിക്കുന്നു. മത്തായി എഴുതിയ രക്ഷാസുവിശേഷത്തില് 7-ാം അധ്യായത്തില് ആ അർത്ഥം മനസ്സിലാക്കാതെയുള്ള വിളി അർത്ഥശൂന്യമാണെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസും ഈ എല്ലാ അർത്ഥത്തിലും കർത്താവേ എന്ന് വിളിച്ചു. ഇന്ന് അനേകർക്ക് കർത്താവേ എന്ന വിളി മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെയും അധികാരിയാണ്, രക്ഷകനാണ്, ദൈവപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ മേലുള്ള സകലത്തിനും അധികാരിയായി യേശുവിനെ അംഗീകരിക്കുമോ? വീടിന്റെ മുമ്പിൽ യേശു ഈ വീടിന്റെ നാഥനെന്ന് എഴുതി വയ്ക്കുമ്പോൾ അക്ഷരങ്ങളിൽ ഒതുക്കാതെ വീടിന്റെ അധികാരം യേശുവിനെ ഏൽപ്പിക്കുമോ? എങ്കിൽ തോമസ് അപ്പസ്തോലനോട് ചേർന്ന് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് നമുക്കും പറയാം വിശ്വാസത്തോടെ. ആമേൻ. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.